മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ കഴിയുന്നത്ര ശിക്ഷ ഒഴിവാക്കുക എന്നത് തന്നെയാണ് പ്രതിഭാഗത്ത് നിന്നുണ്ടാകുന്ന ലക്ഷ്യം. ഒരുപക്ഷെ വ്യത്യസ്തമായ കുറ്റങ്ങൾ ആണ് കഴിഞ്ഞ ദിവസം തെളിയിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് കൊലക്കുറ്റമാണ്. വിഷം നൽകി എന്നത് മറ്റൊരു കുറ്റം. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള കുറ്റങ്ങൾ. ഇതിൽ ഒക്കെ പ്രത്യേകമായി ശിക്ഷ അനുഭവിക്കാൻ വേണമെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധിപ്രസ്താവം ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശിക്ഷയായി മാറും. അതല്ല എങ്കിൽ ഈ ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിക്കുക എന്നതിലേക്ക് ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം, അതായത് ഗ്രീഷ്മയെ ഷാരോൺ രാജിന് പല നാളുകളായി സംശയമുണ്ടായിരുന്നു. ഇത് ബന്ധം കൂടുതൽ വഷളാക്കാൻ ഇടവെച്ചു. ഒപ്പം തന്നെ ഹോട്ടലിലെത്തിച്ച് സ്വകാര്യ നിമിഷങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ തന്നെ തൃപ്പരപ്പിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു ഇവർ കണ്ടുമുട്ടിയത്. അവിടെയൊക്കെ നിരന്തരം അവിടെ റൂമെടുത്ത് താമസിക്കാറുണ്ടായിരുന്നു അടക്കമുള്ള വിശദാംശങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്താണ്. അവിടെ എത്തിച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പിന്നിൽ ഗ്രീഷ്മയെ സംശയമുണ്ടായതിന്റെ ബലത്തിലാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ പ്രതിഭാഗം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ആവാത്ത അവസ്ഥയിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഷാരോൺ ചെയ്തത്. ഒപ്പം തന്നെ ഗ്രീഷ്മയുടെ മുമ്പിൽ ആത്മഹത്യ മാത്രമായിരുന്നു വഴിയുണ്ടായിരുന്നത്. കാരണം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ പോലും തന്നെ ഒഴിഞ്ഞു പോകാൻ ഇത്തരത്തിൽ ഷാരോൺ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അതായത് ആത്മഹത്യ മാത്രമല്ലാതെ മറ്റൊരു വഴി തനിക്ക് മുമ്പിലായിരുന്നു. തന്റെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്താക്കുമെന്നുള്ള ഭീഷണി ഈ ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന ഒരു മനോഭാവം ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോഴാണ് പ്രതി കുറ്റകൃത്യത്തിലേക്ക് കടന്നത്, മുതിർന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗം വാദിക്കുന്നത്. ഗ്രീഷ്മയുടെ പേരിൽ മറ്റ് കേസുകളൊന്നും തന്നെ നിലവിലില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് ബിരുദാനന്തര ബിരുദം അടക്കം നേടിയിട്ടുള്ള വ്യക്തിയാണ്, പാസ്സായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തുടർ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഒറ്റ മകളാണ്. 24 വയസ്സ് മാത്രമേ പ്രായം ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഷാരോൺ രാജിന്റെ ആ സമയത്ത് ഷാരോൺ രാജ് ഗ്രീഷ്മയെ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം ഈ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഇതിന് പിന്നാലെ ഷാരോൺ നടത്തിയത്. പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുകൂടി പറയുന്നു. അതായത് നേരത്തെ നമുക്ക് തന്നെ അറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജയിലിലെത്തിച്ച സമയത്ത് ഈ ബാത്റൂമിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഈ കേസിൽ വലിയ രീതിയിൽ നിർണായകമായ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പ്രതിഭാഗം പ്രധാനമായും വാദിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രതിക്ക് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു. അത് പ്രതി കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു. ഇത്തരത്തിൽ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്തു പോകുമെന്നുള്ള ഒരു പേടിയിൽ പ്രതി ഗ്രീഷ്മ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് ഷാരോൺ രാജ് എടുത്ത് കുടിച്ചതാകാമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ പ്രധാനമായി ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാദങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ വാദിച്ചതുപോലെ തന്നെ ഒരു തരത്തിലും ഒരു ഇളവ് നൽകരുത്, വധശിക്ഷ തന്നെ, അതായത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ള ആവശ്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം തുറന്നു പോകുന്നത്. അഭിലാഷ്.